ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് ഷൈജുവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോക്കാന്ന്. കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ കാസർഗോഡിലേക്ക് പോന്നു. നടുവേദനയെല്ലാമായിട്ട് കുറേ ദിവസമായി കിടപ്പിലായിട്ട്. അപ്പോൾ ഇപ്പം ഒന്ന് മാറി വരുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്നും മാറിയിട്ടില്ല. നമ്മൾ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ച നാട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അമ്മമ്മേൻ്റെ വീട്ടിൽ. അപ്പോൾ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാനും ഇറങ്ങി. കുറച്ച് വീട്ടിലേക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം വാങ്ങി. എന്നിട്ട് ഓടി തളർന്ന് നമ്മൾ പകുതിക്ക് എത്തുമ്പോൾ ക്ഷീണം പിടിച്ചു. നടുവേദനയല്ലേ. പിന്നെ കുറച്ച് സമയം ഒരു ഹോട്ടലിൽ കയറിയിരുന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതൊരു ഹോട്ടൽ, ഒരു കള്ള് ഷാപ്പാന്ന് കേട്ടോ. അപ്പോൾ അടിപൊളി ഫുഡെല്ലാം അവിടെ കിട്ടുക. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ ഐറ്റംസ് ട്രൈ ചെയ്തുകൊണ്ട് വരുത്താന്നിപ്പോൾ 2-3 തവണയായിട്ട് ഞാൻ ഈ ഹോട്ടലിൽ കയറണം. അപ്പം ഈ ഹോട്ടലിൻ്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം കാണാൻ താല്പര്യമുള്ളവർ കയറി കാണണം കേട്ടോ. അതെല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം. അപ്പം നല്ല പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടവും ബീഫ് ഫ്രൈ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നല്ലോണം തിന്നു. അതിൻ്റെ മുഖത്ത് ചമ്മലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ശരിക്കും വീഡിയോയിൽ വരാൻ കുറച്ച് ചമ്മലെല്ലാം ഉള്ള ആളാണ്. എനക്കും അങ്ങനെ തന്നെ. ഓൺ വോയിസ് പറയുമ്പോൾ ഭയങ്കര എന്തോ പോലെ. ഫുഡെല്ലാം കഴിച്ചൊരു 3.5 മണിക്കൂറിന് ശേഷം നമ്മൾ നാട്ടിലെത്തിയിട്ടാണ്. നല്ല വെയിലായിരുന്നു. വീട്ടിലെത്തുന്ന സമയത്ത് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ക്ഷീണമെല്ലാം വരുന്നത് ഇപ്രാവശ്യം തന്നെയാണെന്ന് തോന്നുന്നു. വീട്ടിലെത്തി വണ്ടിയെല്ലാം അവിടെ വെച്ച് ലയിച്ചാണെങ്കിൽ അമ്മമ്മേനെല്ലാം കണ്ടിട്ട് ഓടി വരുത്താന്ന്. പിന്നെ ഉള്ള കാര്യം നോക്കേണ്ടി വന്നിട്ടേ. പിന്നെ എല്ലാം അമ്മമ്മ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. വെള്ളം കൊടുക്കലും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഒച്ചപ്പാട് കേട്ടിട്ട് അപ്പുറത്തുനിന്ന് മാമനും വേഗം ഓടി വന്നു. ഡ്രസ്സെല്ലാം ചെയ്ത് വെള്ളമെല്ലാം കുടിച്ച് നേരെ അമ്മമ്മേൻ്റെ വീട്ടിൽ പോയി. അമ്മമ്മ മരിച്ചിട്ട് കുറേ വർഷമായി. പക്ഷേ ഇപ്പോൾ അവിടെ മാമനും അമ്മയാണ് താമസം. ലച്ചുവിനും ഇവിടെ വന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം കുറേ പശുവും കോഴിയും അങ്ങനത്തെ എല്ലാം സംഭവം ഉണ്ട്. അതുകൊണ്ട് ഓക്ക് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കാണാനും. ചെറിയ പേടിയെല്ലാം ഉണ്ടാവും. എന്നാലും ഓക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എല്ലാ വർഷവും പൂജയുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല ഇത്ര സമയമായിട്ട്. അപ്പോൾ 4 വർഷമായി നമ്മൾ പൂജയൊക്കെ ഒന്നും പോയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. അവിടെ എത്തുമ്പോൾ ഏട്ടത്തിയെല്ലാം ലച്ചുവിനെ കണ്ട് ഓടി വന്ന്. ലച്ചുവിന് ഇവരെല്ലാം കിട്ടിയാൽ പിന്നെ എന്നെ വേണ്ട, അവരെ വേഗം തന്നെ പോയിക്കോളൂ. അവിടെ പോകുമ്പോൾ എല്ലാവരും ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തിരക്കേനു. നമ്മൾ പിന്നെ എല്ലാവരോടും വർത്താനെല്ലാം പറഞ്ഞ് അവിടെ ഇരുന്ന്. എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ ആരും പണിയൊന്നും എടുക്കാൻ വിട്ടിട്ടില്ല. അപ്പോൾ അമ്മയെ ഏച്ചിയെല്ലാം ഉച്ചക്കത്തെ ഫുഡിനുള്ള ഇതെല്ലാം ശരിയാക്കുന്നുണ്ട്. അച്ചാറാക്കലും പുളിശ്ശേരിയാക്കലും അങ്ങനത്തെ തിരക്കല്ലായിരുന്നു അവർ. പിന്നെ അമ്മേൻ്റെ ആങ്ങളമാരും അവരെ വൈഫ് അങ്ങനെ അടുത്തുള്ളവർ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ രാത്രി പൂജയ്ക്കുള്ള ഫുഡെല്ലാം വേവാൻ വെച്ചിട്ടുണ്ട്. പുറത്തൊരു അടുപ്പിട്ടിട്ട് അതിൻ്റെ അകത്ത് അപ്പെല്ലാം ചുട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടീൻ്റെ ചുറ്റും വെണ്ണീരിങ്ങനെ വെള്ളമാക്കിയിട്ട് തേക്കൂട്ടോ. അത് തേച്ച് വേകുമ്പോൾ നല്ല വൃത്തിയാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫുഡെല്ലാം ഉണ്ടാക്കുമ്പോൾ മിക്സി ഗ്രൈൻഡറിലൊന്നും അരക്കില്ല കേട്ടോ. നമ്മളെ പണ്ടത്തെ ആട്ടുകല്ലിലിട്ട് തന്നെയാണ് എല്ലാവരും അരച്ചിട്ടെല്ലാം എടുക്കുക. ഇപ്പോൾ ആർക്കും ആട്ടുകല്ലിലൊന്നും അരക്കാൻ അറിയില്ല. എന്നാലും ഉള്ളവരെല്ലാം അത് അരച്ചെല്ലാം എടുക്കും. അങ്ങനെ കഴിഞ്ഞ് മെല്ലെ ചോറ് തിന്നെല്ലാം തുടങ്ങി. വാഴയെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി സദ്യയെല്ലാം ഉണ്ടായി. അപ്പോൾ എല്ലാവരും വർത്താനം പറഞ്ഞുകൊണ്ട് കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും ചോറ് തിന്ന്. അപ്പോൾ ഇങ്ങനെയെല്ലാം ചോറ് തിന്നുമ്പോൾ ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോറ് തിന്നുന്ന സമയത്ത് ഇച്ചൂരും ഇലയിൽ തന്നെ ചോറ് തിന്നണമെന്ന് എനിക്ക് വാശിയാണ്. അങ്ങനെ ഇലയിൽ ചോറിലിട്ട് കൊടുത്ത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും എനിക്ക് ഈ പൂജയൊക്കെ കൂടാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും ആയിട്ടൊരു കാരണം ഉണ്ടാവും ആ സമയത്ത്. അങ്ങനെ ചോറെല്ലാം കഴിഞ്ഞ് ഏട്ടത്തി എല്ലാവർക്കും ബത്തക്കയെല്ലാം മുറിച്ച് കൊണ്ട് തരുത്താണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ മാമനും ചെയ്യും കൂവളത്തിൻ്റെ ഇലയെല്ലാം പറിക്കാൻ വേണ്ടി തോട്ടത്തിലേക്ക് പോയി. അപ്പം ഞാൻ പിള്ളേരെയും കൂട്ടി അവരെ വേഗം തന്നെ പോയി. ഇവിടെ ഇവർ പണിയൊന്നും എടുക്കാൻ വിടുന്നില്ല, വെറും കുരുത്തക്കേടാണ്. അതുകൊണ്ട് അവർ മൊത്തം ഒന്ന് കറങ്ങിയിട്ടെല്ലാം വന്നു. ലച്ചുവിന് ഇവിടെ വന്ന മെയിൻ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഈ മൊത്തത്തിലൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. ആടെ ഓളെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തിറക്കുകയില്ല. ഇവിടെ ആകുമ്പോൾ ഓക്ക് ഇഷ്ടം പോലെ പോകാനും കാണാനും എന്തെല്ലാം ഉള്ളതുകൊണ്ട് ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആകുമ്പോൾ കസിൻസ് അവരെല്ലാം വരും. അപ്പോൾ ഒരു നല്ല വൈബായിരിക്കും എല്ലാവരും വന്നിട്ട് ഉള്ളത്. ഞാൻ എത്ര പിടിച്ച് വെക്കാൻ നോക്കിയിട്ട് അവർ നിൽക്കുന്നില്ല. അവരെ ഒരേ ഓട്ടം തന്നെ. വീണാ പണി കിട്ടൂലേ. അങ്ങനെ അതിലോട്ട് ഒന്ന് പുഴയെല്ലാം കാണാൻ പോയി. അപ്പുറത്തോട്ട് കുറേ പൂവും തുളസിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറിച്ച് വന്ന് ഞാൻ കുറച്ച് സമയം ഇവിടെ തന്നെ അനങ്ങാണ്ടിരുന്ന്. വെയിലെല്ലാം കൊണ്ടുകൊണ്ടായിരിക്കും മുഖത്തെല്ലാം ഭയങ്കര ക്ഷീണം കാര്യങ്ങളെല്ലാം ആയിരുന്നു. അവിടെയും കിടന്നാൽ മതിയെന്ന്. പക്ഷെ കിടക്കാൻ പറ്റില്ലല്ലോ, ഫങ്ഷനല്ലേ വന്നത്.
അതിൻ്റെ ഇടയ്ക്ക് ഇശുവാണെങ്കിൽ ഡാൻസ് കളിക്കുന്നത്, ലച്ചുവാണെങ്കിൽ ഓടുന്ന ഭയങ്കര തിരക്ക്. നമ്മളും അങ്ങനെ തന്നെയാണ്. പണ്ട് എവിടെയെങ്കിലും പോയാൽ ഭയങ്കര സന്തോഷമാണ്, എപ്പോഴെങ്കിലല്ലേ പോകൂ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം എല്ലാവരും ആടല്ലോ, എല്ലാ ദിവസവും കറങ്ങാനും എല്ലാം പോകുന്നില്ലേ. പണ്ടെല്ലാം അമ്മമ്മേൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയാലെല്ലാം ഭയങ്കര ആഘോഷം കാര്യങ്ങളെല്ലാം. എൻ്റെ അമ്മമ്മേനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നേ ഇല്ല. അച്ചാച്ചനെ എനിക്ക് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ അമ്മമ്മേനെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ജനിക്കുമ്പോൾ തന്നെ അമ്മമ്മ മരിച്ചിനി. മാമൻ്റെ പശുവിനെ എല്ലായിടത്തും ഒത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ലച്ചു അതിനെ നോക്കിയിട്ട് എന്തെല്ലോ പറയലാന്ന്, അതിനെ തൊടണം, അതിൻ്റെ അടുത്ത് പോകണം, എന്തെല്ലോ പറയലാന്ന്. അങ്ങനെ പറമ്പിൽ നിന്ന് നമ്മൾ തോൽവി സമ്മതിച്ചിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന്. അവരവിടെ നിൽക്കുന്നില്ല. വരുമ്പോൾ അവർ അപ്പത്തിനുള്ള അരിയെല്ലാം അരക്കുന്നുണ്ട്. അടുത്തുള്ള ഏച്ചിമാരെല്ലാം വന്നിട്ട് എല്ലാവരും ആട്ടുകല്ലിൽ ഇങ്ങനെ അരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കളിയാക്കലാന്ന്, വീഡിയോ എടുത്ത് നടന്നോ, ഒരു പണിയും എടുക്കണ്ട എന്നെല്ലാം പറഞ്ഞിട്ട്. കുറച്ചാൾ അരക്കുന്നുണ്ട്, കുറച്ചാൾ തേങ്ങയെല്ലാം സെറ്റാക്കുന്നുണ്ട്. വീടിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു അടുപ്പെല്ലാം ഒരു ഷീറ്റിലോട്ട് വെച്ചതാണ് ഇങ്ങനത്തെ പരിപാടിയെല്ലാം വരുമ്പോൾ അരക്കാനും അങ്ങനെയുള്ള എല്ലാ വർഷവും ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ തൊട്ട് 2 പാത്രത്തിൽ ഇലയിൽ പൊതിഞ്ഞ് വെച്ച അപ്പമാണ് ആവിക്ക് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് ആവിയിൽ വെച്ച് വേവിക്കലാണ് അപ്പം. അപ്പോൾ പൂജക്കുള്ള പൂവും വിളക്കും തുളസിയും കാര്യങ്ങളെല്ലാം അമ്മായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും വരുന്നവരും കുറേ പൂവും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊണ്ടുവരും. അപ്പോൾ എല്ലാ നാട്ടിലും ഇങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, പക്ഷേ കാസർഗോഡ് ജില്ലയിൽ എല്ലാ കുടുംബത്തിലും ഇതുപോലത്തെ ഒരു പൂജ എന്തായാലും ഉണ്ടാവും. ഒരേ അപ്പം അവിടെ സെറ്റായി കഴിഞ്ഞു. ഇത് അടുത്ത അപ്പം ചുടലാണ്. അപ്പോൾ ഇങ്ങനെ തോർത്തെല്ലാം പൊതിഞ്ഞ് വെച്ചിട്ട് അതിൽ ഇട്ട് പരത്തിയിട്ട്, അച്ചിലൊന്നുമല്ല, ഈ തോർത്തിൻ്റെ അകത്ത് പരത്തിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് ചുട്ടെടുക്കലാണ്. കുറേ അവിടെ നിന്ന് ക്ഷീണിച്ചിട്ട് ഞാനും ലച്ചും ശൈലം വീട്ടിൽ വന്നു. പിന്നെ പിള്ളേർക്കെല്ലാം ഫുഡെല്ലാം കൊടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കട്ടൻ ചായ എല്ലാം വെച്ച് കുടിച്ച് നമ്മളെല്ലാവരും ആ ക്ഷീണം ഒന്ന് മാറട്ടെ എന്ന് വെച്ചിട്ട് ഇനി വൈകുന്നേരം കുളിച്ച് റെഡിയായിട്ട് വീണ്ടും അമ്മമ്മേൻ്റെ വീട്ടിൽ പോകേണ്ടിയാണ്. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് നേരെ അവിടെ പോയി. അപ്പോൾ പൂജക്കുള്ള കോഴിയൊക്കെ അറുത്തിട്ട് എല്ലാവരും അത് ക്ലീനെല്ലാം ചെയ്യുന്നുണ്ട്. കുറേ ആൾ ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ ഓരോരാളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുടുംബത്തിൽ എല്ലാവരും ഇങ്ങനെ വന്നു. രാത്രിയാകുമ്പോൾ കുറേ ആൾ വന്നു. പിന്നെ നമ്മളെല്ലാവരും വട്ടത്തിലിരുന്ന് കുറേ വർത്താനെല്ലാം പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് പൂജ നടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ ഞാനത് കഴിഞ്ഞ് ചോറ് തിന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ടാണ്. പിന്നെ ഞാൻ വരുന്നത് പിറ്റേന്ന് രാവിലെയാണ്. രാവിലെ ഞാൻ വരുമ്പോൾ പൂജയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയിനി. അപ്പോൾ ഞാൻ കയറി തൊഴുത് കുറിയൊക്കെ തൊട്ട് രാവിലെ അവിടെ നിന്ന് ചായയെല്ലാം കുടിച്ച് നല്ല നാടൻ ചിക്കൻ കറിയും ഇന്നലെ ചുട്ട് വെച്ച അപ്പമെല്ലാം കൂട്ടിയിട്ട് നല്ലോണം തിന്നു. ആ ചിക്കൻ കറീൻ്റെ ടേസ്റ്റ് ഒരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നാട്ടിലെ വിശേഷങ്ങളെല്ലാം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ടാറ്റ ബൈ, സീ യു.